ചാലിയത്തേക്കുള്ള യാത്രയിൽ ആദ്യം ഞങ്ങൾ എത്തിയത് ഇവിടെയാണ്. ഇവിടെ പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന 2 കൽക്കെട്ടുകൾ കാണാൻ കഴിഞ്ഞു. കരിങ്കല്ലും ചെങ്കല്ലും വെട്ടിയെടുത്ത് നിർമ്മിച്ച് പുഴയിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ പാത പഴയ കാലത്ത് കെട്ടുവള്ളങ്ങളും ചെറുകപ്പലുകളും ബോട്ടുകളും ഇതിനോട് ചേർത്ത് നിർത്തി കരക്കടുപ്പിച്ച് ചരക്കുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഉപയോഗിച്ചിരുന്നതായിരിക്കാം. ഈ കാണുന്ന നടപ്പാതയും കേരളത്തിൻ്റെ ആദ്യകാല റെയിൽവേ ലൈനിൻ്റെ ചരിത്രവും ശേഷിപ്പുകളും ചേർത്ത് വെച്ച് ആ കാലഘട്ടത്തെ നിർമ്മിച്ചെടുക്കുകയാണ് ഞാനിവിടെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ ഏലവും കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും ഈട്ടിയും തേക്കും അടങ്ങുന്ന മരത്തടികളും കശുവണ്ടിയും മറ്റ് കാർഷികേതര ഉൽപ്പന്നങ്ങളും ബ്രിട്ടനിലേക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചിരുന്നത് ഈ പാതയിലൂടെ ആയിരിക്കാം. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഇത്തരം വിഭവങ്ങൾ തീവണ്ടി മാർഗം ബേപ്പൂർ തീവണ്ടി ആപ്പീസിൽ എത്തിച്ച് തലച്ചുമടായി കപ്പലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ നടപ്പാതകൾ നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ കല്ലുകളെല്ലാം അടർന്ന് ചില ഭാഗങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ തീർത്ത് നവീകരിച്ച് ഇവ സംരക്ഷിക്കാവുന്നതാണ്. കരിങ്കല്ലിൽ പണിത ഈ പാത പിൽക്കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതോ നവീകരിക്കപ്പെട്ടതോ ആയിരിക്കാം. 1861 ആദ്യമായി കേരളത്തിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ചപ്പോൾ അത് ആരംഭിച്ചത് തന്നെ ഇന്നത്തെ ചാലിയമായിട്ടുള്ള ബേപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് നിന്നാണ്, അഥവാ ചാലിയാർ പുഴയുടെ വടക്കൻ തീരത്ത് നിന്നായിരുന്നു. ചാലിയത്തെ വിശാലമായി ഒഴിഞ്ഞുകിടക്കുന്ന ഭൂപ്രദേശങ്ങൾ നമ്മെ നയിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ വ്യാപ്തിയും ആഴവുമാണ്. മലബാറിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്നും മലയോര മേഖലയിൽ നിന്നും ശേഖരിക്കുന്ന തോട്ടവിളകളായ കാപ്പി, ഏലം, കുരുമുളക്, തേയില, കശുവണ്ടി, ഗ്രാമ്പു, ജാതി തുടങ്ങിയ അമൂല്യങ്ങളായ തോട്ടവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും നിലമ്പൂരിലെയും മറ്റ് മലയോര മേഖലയിലെയും വിലപിടിപ്പുള്ള മരങ്ങളായ ഈട്ടിയും വീട്ടിയും തേക്കും അടങ്ങുന്ന മരത്തടികളും റെയിൽവേ വഴി ബേപ്പൂരിൽ എത്തിച്ച് ഇതുവഴി ബ്രിട്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നൂറ്റാണ്ടുകളോളം കയറ്റി അയച്ചിരിക്കാം. പിൽക്കാലത്ത് കോഴിക്കോട്ട് പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാവുകയും കോഴിക്കോട്ടേക്ക് റെയിൽവേ പാത നീട്ടിയതും കോഴിക്കോട്ട് കടലിലേക്ക് കടൽപാത നിർമ്മിച്ചതും കോഴിക്കോടിൻ്റെ കച്ചവട വാണിജ്യ മേഖല കൂടുതൽ പുരോഗതി ആർജിച്ചതും ബേപ്പൂരിൻ്റെ പ്രതാപം നഷ്ടപ്പെടാൻ കാരണമായി. പഴയകാല റെയിൽവേ ലൈനും റെയിൽവേ സ്റ്റേഷനും പൂർണ്ണമായും എന്നേക്കുമായി ചരിത്രത്തിൻ്റെ ഭാഗമായി മൺമറഞ്ഞു. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയും ആദ്യകാല റെയിൽവേയുടെയും ശേഷിപ്പുകളായി കാര്യമായൊന്നും ബാക്കി നിൽക്കുന്നില്ല ഇവിടെ. റെയിൽവേ കിണർ എന്നറിയപ്പെടുന്ന ഒരു കിണറും പഴയകാല റെയിൽവേ കെട്ടിടത്തിൻ്റെയോ മറ്റു അനുബന്ധ കെട്ടിടത്തിൻ്റെയോ ചെറിയ ഭാഗങ്ങളും മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. കച്ചവട കയറ്റുമതി മേഖലയിൽ കോഴിക്കോട് കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതും ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നീടുള്ള കാലഘട്ടത്തിലും ഈ പ്രദേശം അവഗണിക്കപ്പെടാൻ കാരണമായി. കൂടാതെ കാലപ്പഴക്കവും കാലാവസ്ഥയും വെള്ളപ്പൊക്കവും കാരണത്താൽ ഇവയെല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽ മൺമറഞ്ഞ് പോയിട്ടുണ്ടാകാം. നിലവിൽ ഇവിടം കേരള വനം വകുപ്പിന് കീഴിലായി മരത്തടികൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന മരം ഡിപ്പോയായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ കടന്നുവന്ന വഴികളും റെയിൽവേ സ്റ്റേഷനും എന്നേക്കുമായി ആരുമറിയാതെ ഇവിടെ മൺമറഞ്ഞ് ഇല്ലാതായിട്ടുണ്ടാകാം.